ലോകത്തിലെ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റികളായ ഹാർവാർഡ്, കേംബ്രിഡ്ജ് എന്നീ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടിയ ആളാണ് രാഹുൽ ഗാന്ധി. ഹാർവാർഡിലെയും കേംബ്രിഡ്ജിലെയും ലോകമെമ്പാടുമുള്ള മറ്റ് പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെയും മിടുക്കരായ വിദ്യാർത്ഥികളുമായി വളരെയേറെ സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി വീണ്ടും അമേരിക്കയിലേക്ക് യാത്രയാവുകയാണ്. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ രീതിയിലുള്ള യാത്രയുമായാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തുന്നത്. ഇത് തമാശയായി പറയുന്നതല്ല. അടുത്ത മാസം സെപ്റ്റംബറിലാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരാഴ്ച നീളുന്ന പര്യടനവുമായി പോകുന്നത്. അമേരിക്കയിലെ പ്രമുഖ പ്രവാസി നഗരങ്ങളായ ഡാളസ്, വാഷിംഗ്ടൺ, ന്യൂജേഴ്സി, ഷിക്കാഗോ, ലോസ് ഏഞ്ചലസ് എന്നിവിടങ്ങളിൽ അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ രീതിയിലുള്ള പദയാത്ര നടത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ യാത്രയിലുടനീളം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ ആൾക്കാരുമായി സംവദിക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നു. 2024 ഇലക്ഷന് ശേഷം മോഡിയുടെ ഗ്രാഫ് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ഇടയിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി ആകട്ടെ ഇന്ത്യൻ ഡയസ്പോറയുടെ ഇടയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി മോദിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിരുന്നു മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ജീവിക്കാൻ മാർഗമില്ലാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജർ. എന്നാൽ ഇപ്പോൾ അവരും സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മോദിയുടെ ഭരണത്തിന് കീഴിൽ ആർക്കും രക്ഷയില്ലെന്നും ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെമ്പാടും മോദിയുടെ ജുംലകൾ ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും മോദിയുടെ രാജ്യത്ത് നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞാൽ വലിയ അപമാനം ആണ് എന്നും വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യൻ വംശജരായ അമേരിക്കൻ ജനത വളരെ ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് വിവരം. ഈ യാത്രയോടുകൂടി വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ഇടയിലും മോദിയുടെ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ഇമേജ് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്.